നമസ്കാരം. വശ്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ കർമ്മത്തെ സംശയിക്കരുത്, അല്ലെങ്കിൽ കർമ്മി പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം. പലപ്പോഴും ആൾക്കാരത് വ്യതിചലിക്കാറുണ്ട്. നമ്മൾ പറയും ഇന്ന പോലൊക്കെ ചെയ്യണം, ഇന്ന ക്ഷേത്രങ്ങളിലേക്കൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പിന്നീട് അവരത് മറന്നു പോവുകയും അവരുടെ ടെൻഷൻ കൊണ്ടും ഡിപ്രഷൻ കൊണ്ടും ഒക്കെ ആവാം. പിന്നീട് അത് ചില സമയത്ത് കർമ്മങ്ങളിൽ വിലങ്ങി നിൽക്കും, അല്ലെങ്കിൽ കർമ്മങ്ങൾ ബ്ലോക്കാകാനുള്ള സാധ്യതയായിട്ടൊക്കെ മാറുകയും ചെയ്യും. കർമ്മി പറയുന്ന 100% നിങ്ങൾ വിശ്വസിക്കുക. കർമ്മി പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക. തെറ്റായ നിർദ്ദേശങ്ങൾ അനുസരിക്കണം ഞാൻ പറയില്ല. പലയിടത്തും ഒരു പരാതി പോലെ വന്നിട്ടുള്ളത്, ചില കർമ്മിമാരെങ്കിലും അവരുടെ അടുത്തേക്ക് ചെല്ലണമെന്നും മറ്റു പല കാര്യങ്ങൾ കൊടുക്കണമെന്നും തെറ്റായ മറ്റു പല കാര്യങ്ങൾ, വീഡിയോയോ മറ്റേ ഫോട്ടോയോ വീഡിയോ കോൾ വരണമെന്ന് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നല്ല. ദൈവികമായി പറയുന്ന കാര്യങ്ങൾ, ഈശ്വരീയമായി പറയുന്ന കാര്യങ്ങൾ. ചില ആൾക്കാർ ചില ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട്, ചില ആൾക്കാർ ചിലപ്പോൾ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ പറയായിരിക്കും, ചില ആൾക്കാർ മറ്റ് എന്തെങ്കിലും. ഓരോ കർമ്മിക്കും ഓരോ രീതിയാണ്. നമുക്ക് ഒരു കർമ്മിയുടെയും കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ട് അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നടത്തുന്നത്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെതായ രീതിയിൽ കുറച്ച് വഴിപാടുകളൊക്കെ പറയാം. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ പൈസ വാങ്ങാത്തതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കറക്റ്റായിട്ട് പോയാൽ മാത്രമേ കർമ്മം സാധിക്കുകയുള്ളൂ. പിന്നെ അവർ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വശ്യകർമ്മങ്ങളിൽ ചില കർമ്മങ്ങൾ ചെയ്ത് ചില വസ്തുക്കളൊക്കെ നമ്മൾ അവരിൽ ഏൽപ്പിക്കാം. ആ ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്കത് ചില കാര്യങ്ങൾ അവരുടെ വീട്ടിൽ ചെയ്യേണ്ടതുണ്ടാകാം. അതുപോലും ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരൊക്കെ പറയാറുണ്ട്, കർമ്മം വേണം, പെട്ടെന്ന് നടക്കണം, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് തെറ്റായി ധരിക്കുന്നവരുമുണ്ട്. അപ്പം അതൊക്കെ കൃത്യമായിട്ട് കർമ്മിയോട് ചോദിച്ച് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കേസിൽ ചില കർമ്മങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം സ്വന്തം അടുപ്പിൽ തീ പുകയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തീ കത്തിക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചില തകിടുകളായിരിക്കാം, മറ്റു പല കാര്യങ്ങളായിരിക്കാം. അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു കേസിൽ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിനെന്താ സാറേ ഞങ്ങൾ ചെയ്തോളാം. അപ്പം 2 നേരം അടുപ്പ് പുകയണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അടുപ്പ് കത്തണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം അത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കർമ്മം വേണ്ടത് അവർക്കാണ്, ക്ലൈൻ്റാണ് ചെയ്യേണ്ടത്, അവർക്കിലേക്കാണ് വശ്യം വരേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ആ വശ്യം വരേണ്ട ആളാണ് ചെയ്യേണ്ടത്. അപ്പം അവർ പറഞ്ഞപ്പോൾ അവരത് ഓക്കെ ചെയ്യാം സാറേ എന്ന് പറഞ്ഞു. അപ്പം ഇത് ചെയ്യാൻ പൂജ ചെയ്യേണ്ട കാര്യമുണ്ട്, ഇതിനെ സംഘടിപ്പിക്കേണ്ട കാര്യമുണ്ട്. ചിലതിനകത്ത് മൂലികകൾ കിട്ടാത്ത റയറായിട്ടുള്ള മൂലികകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് പൂജ ചെയ്ത് എത്തിക്കാം, അല്ലെ കൊടുക്കാം എന്ന് പറഞ്ഞു. എനിക്ക് 10-15 ദിവസത്തേക്ക് ഇതിൻ്റെ മൂലികകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അതിനുശേഷം ഇവർ എന്നെ വിളിക്കുകയാണ്, സാറേ ഞാനിപ്പം 15 ദിവസമായിട്ട് ഈ അടുപ്പ് കത്തിക്കുന്നു, ഇതുവരെയും വശ്യമായില്ല. ഞാനാകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ മൂലിക കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കർമ്മം ചെയ്ത സാമഗ്രികൾ കൊടുത്തിട്ടില്ല, വസ്തുക്കൾ കൊടുത്ത് കുഴിച്ചിട്ടിട്ട് കത്തിക്കാനാണ് പറഞ്ഞത്. അവർ കേട്ടതിൻ്റെ മിസ്റ്റേക്കാണ്. അവരെ 15 ദിവസം ഡെഡിക്കേഷനോടെ കത്തിച്ചു. എന്നിട്ട് അവർ പറയാം, കർമ്മം നടന്നില്ല സാർ, ഇനി എന്ത് ചെയ്യും, ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇതൊക്കെ നോക്കൂ. നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട്, ഞാനെന്നല്ല ഏത് കർമ്മി പറഞ്ഞാലും ആ ഇൻസ്ട്രക്ഷൻ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. സംശയമുണ്ടെങ്കിൽ ചോദിക്കണം, ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്. വശ്യകർമ്മങ്ങൾ ചെറിയ പാളിച്ചയുണ്ടെങ്കിലും ഫെയിലായിപ്പോൾ 100% ഫെയിലായി. അപ്പം നിങ്ങൾ കർമ്മത്തെ വിശ്വസിക്കുക, കർമ്മിയെ വിശ്വസിക്കുക. ആ കാലയളവിൽ കർമ്മി പറയുന്ന നല്ല കാര്യങ്ങൾ, നെഗറ്റീവായിട്ട് ഏത് കർമ്മി പറഞ്ഞാലും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ആ ഭാഗത്തെ ഫോട്ടോ വേണം, ഈ ഭാഗത്തെ ഫോട്ടോ വേണം, അല്ലെ അയാളുടെ ചെന്ന് 7 ദിവസം താമസിക്കണം, അല്ലെ അങ്ങോട്ട് ചെല്ലണം, മറ്റു പല കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കർമ്മിയും പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു കർമ്മത്തിലും നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ വിധിയില്ല. ചെയ്യുന്ന വിധി പോലും അത് നെഗറ്റീവല്ല. അതൊരിക്കലും ഒരു കർമ്മിയും, രഹസ്യാത്മകമായ കർമ്മങ്ങൾ പോലും ക്ലയൻറ്റിനോട് ഞങ്ങളാരും പറയാറില്ല. എന്താണ് കർമ്മം എന്ന് പോലും പറയാറില്ല. കാര്യം സാധിച്ചിട്ട് അവർ പോവുകയാണ്. അവർ കർമ്മവും കാണാറില്ല, പൂജയും കാണാറില്ല, ഞങ്ങളെയും കാണാറില്ല. കാര്യം സാധിച്ചു കഴിയുമ്പോൾ ആ എമൗണ്ട് നമ്മളിലേക്ക് തരും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിക്കുക. നെഗറ്റീവായിട്ട് പറയുമ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യമാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു കർമ്മിയെ സമീപിക്കാതിരിക്കുക. കൂടാതെ നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക. തെറ്റായ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ബ്ലോക്ക് ചെയ്യുക, പറ്റൂല എന്ന് തന്നെ പറയുക. അതിനകത്തൊന്നും പേടിക്കേണ്ട. പലരും പേടി കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഈ കർമ്മി എന്തെങ്കിലും ചെയ്ത് കളയുമ്പോൾ, ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒരു കർമ്മി എന്ത് ചെയ്യാനാണ്, ഒന്നും പേടിക്കേണ്ട. പക്ഷെ കർമ്മി പറയുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ, ഈശ്വരനും ഭഗവാനും കർമ്മിയുടെ ഉപാസനമൂർത്തികളും സേവാമൂർത്തികളൊക്കെ സഹായിച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥനയും അവരുടെ കർമ്മവും കൊണ്ട് പൂർണ്ണമായിട്ടും ഫലിക്കുന്ന കർമ്മങ്ങളുണ്ട്. ചെറിയ പാളിച്ച, ഒരു കടുകുമണിയുടെ പാളിച്ച വന്നാൽ, കർമ്മിക്കോ നിങ്ങൾക്കോ വന്നാലും ഈ കർമ്മം ഫെയിലിയർ ആകുമ്പോൾ, വീണ്ടും പറയുന്നു,
കർമ്മിയർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്, എന്തായി ഓരോ പല കർമ്മികളും ഫോൺ എടുക്കാത്തതിന് പ്രധാന കാരണം ഓരോ മിനിറ്റിലും വാട്സപ്പിൽ നിങ്ങളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, എന്തായി സ്വാമി, വിളിച്ചുകൊണ്ടിരിക്കും, ഇതുവരെ ആയില്ലല്ലോ സ്വാമി, ഇതുവരെ എനക്കില്ല. ചെറിയ പോസിറ്റിവിറ്റി വന്നാൽ ഇവർ പറയുകയില്ല. എന്നാൽ കർമ്മിയെ ഇങ്ങനെയുണ്ട് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുക. കർമ്മത്തിൽ വിശ്വസിക്കുക, കർമ്മിയിൽ വിശ്വസിക്കുക. കർമ്മി പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ മാത്രം ചെയ്യുക. പൂർണ്ണമായിട്ടും കർമ്മം വിജയിക്കും. അത് വശ്യമായാലും ആകർഷണമായാലും ഉച്ചാരണമായാലും മാരണമായാലും ജോലി കിട്ടാനാണെങ്കിലും സ്ഥലം വിൽക്കാനാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും പൂർണ്ണമായിട്ടും മാറും. വിശ്വാസമാണ് എല്ലാം. നന്ദി, നമസ്കാരം.